നമസ്കാരം, ഞാൻ ജിജി മാരിയോ. ഇപ്പം ഞാൻ US ഹൂസ്റ്റണിൽ സ്റ്റഫോർഡിലാണുള്ളത്. അപ്പം ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വൈകുന്നേരമാണ്, നാട്ടിൽ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ അല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു വൈകുന്നേരത്തെ അത്താഴത്തിന് കുറച്ച് പ്രോൺസ് കറി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞായിരുന്നല്ലോ വീട്ടിൽ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണെന്ന്. ഒറ്റയ്ക്കാണ് കുക്കിംഗ് ഒക്കെ. ഇതൊരു സോളോ ട്രിപ്പാണ് കേട്ടോ. കുറച്ച് എണ്ണയും കടുകൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കേട്ടോ. അതായത്, ചേച്ചി, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് മനസ്സ് ശാന്തമാക്കി വെക്കാൻ പറ്റുക? ഇത്രയും പ്രശ്നത്തിനിടയിൽ നമുക്ക് ഈ മനസ്സൊക്കെ ഇങ്ങനെ ശാന്തമാക്കി വെക്കാൻ പറ്റുമോ ചേച്ചിയെ? നമുക്ക് എങ്ങനെ സാധിക്കും എന്നാണ് ഈ ചോദിക്കുന്നത് എല്ലാവരും. അപ്പം എന്നോടും എനിക്കും അതങ്ങനെ പല പ്രാവശ്യം ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെ നമുക്ക് മനസ്സ് ശാന്തമാക്കി വെക്കാൻ പറ്റുമെന്നുള്ളത്. ഞാനും ചിന്തിച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഞാനേ കുക്കിങ്ങിനുള്ളത് ടൊമാറ്റോ, ഒണിയൻ, ചില്ലി എല്ലാം അരിഞ്ഞു വെച്ചിരിക്കുക. അതുകൊണ്ട് ഇട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ വൈകുന്നേരത്തെ അത്താഴമാണ്. അത്താഴത്തിൻ്റെ കാര്യങ്ങളും കൂടി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പ്രോൺസ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ പോയിട്ട് പ്രോൺസ് ചെറിയതായിട്ടൊന്ന് വഴിച്ചെടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എന്നാണെങ്കിൽ സാലി ചേച്ചി എനിക്ക് കുറച്ച് ഉപ്പുമാവ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പുമാവും പ്രോൺസും ആണെന്ന് എൻ്റെ വൈകുന്നേരം അത്താഴം. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. തീ കുറച്ച് വെക്കട്ടെ. തീ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ പറ്റും. കുറച്ച് ഉപ്പിട്ടേക്കാം. ഓക്കെ. അപ്പോൾ എനിക്കാണെങ്കിലും പല ബുദ്ധിമുട്ടുള്ള അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി ടെൻഷൻസ് വരുമ്പോൾ, ഒത്തിരി പ്രോബ്ലംസ് വരുമ്പോൾ, ഒത്തിരി കഷ്ടപ്പാടൊക്കെ വരുമ്പോൾ ഞാൻ ഷോർട്ട് ടെമ്പർ, ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. എന്തെങ്കിലുമൊക്കെ ഞാൻ വിളിച്ചു പറയും. പക്ഷെ പിന്നീടാണ് എനിക്കത് മനസ്സിലായത്, അതുകൊണ്ട് ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല, കൂടുതൽ പ്രോബ്ലങ്ങളിലേക്ക് വലിച്ചഴിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഇത് തന്നെ നമ്മൾ പലർക്കും, ഇപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും അത് ഫേസ് ചെയ്യുന്നുണ്ടാവാം. എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ നമുക്ക് വരുമ്പോൾ നമുക്ക് മനസ്സൊന്ന് ശാന്തമാക്കിയിരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഈ പ്രശ്നത്തിനെ നമുക്ക് എങ്ങനെയാണോ ഒന്ന് സോൾവ് ആക്കാൻ പറ്റുക എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും ഇല്ലേ. എന്നോട് ചോദിച്ചിട്ടുമുണ്ട്. സത്യം പറഞ്ഞാൽ അത് ഈസി അല്ല, അത് വലിയ ഒരു കടുപ്പം പിടിച്ച കാര്യം തന്നെയാണ്. പക്ഷേ വൺസ് നമ്മളത് നേടിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ വളരെ പവർഫുൾ ആയിരിക്കും. ഒരു കുടുംബത്തിൽ എല്ലാവരും ഇത്ര പവർഫുൾ ആകണമെന്നില്ല, ഒരാളും മതി. സ്ട്രോങ് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള മെന്റൽ കപ്പാസിറ്റി ഉള്ള ഒറ്റ വ്യക്തി മതി. ആ കുടുംബം മറിയും എന്നാ പറയണേ. അപ്പോൾ ചിലപ്പോൾ ഭർത്താവിൻ്റെ ഭയങ്കര കുടിയായിരിക്കാം, അദ്ദേഹത്തിന് ചിലപ്പോൾ ഭയങ്കര തല്ലുന്ന സ്വഭാവമായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യയുടെ തറുതല് പറയുന്ന സ്വഭാവം, ഭാര്യ അനുസരണ ഇല്ലാത്ത സ്വഭാവം, കുടുംബത്തിലെ മറ്റു പ്രശ്നങ്ങള്, രോഗങ്ങള്, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട്, സമാധാനക്കേട്, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും കുത്തും ഒക്കെ ഉള്ള സമയത്ത് എല്ലാവരും ചോദിക്കുന്നത് എങ്ങനെ എനിക്ക് കൂളായിട്ടിരിക്കാൻ പറ്റും? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ എന്നായി പറയുന്നത്. യെസ്, ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. പക്ഷേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്നും ഇങ്ങനെ പ്രശ്നമാണ്, എന്നെ കൊണ്ട് പറ്റുന്നില്ലേ എന്ന് പറഞ്ഞ് എത്ര നാൾ നമ്മളും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കും? ചിന്തിച്ചു നോക്കി. ചില പ്രശ്നങ്ങൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് മാറ്റാനൊന്നും പറ്റത്തില്ല. ചിലരുടെ ക്യാരക്ടർ നമുക്ക് മാറ്റാനൊന്നും പറ്റത്തില്ല. ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഭാര്യയുടെ ക്യാരക്ടറോ, അല്ലെങ്കിൽ മക്കളുടെ ക്യാരക്ടറോ, നിങ്ങളുടെ അമ്മായിമ്മയുടെ ക്യാരക്ടറോ, അല്ലെങ്കിൽ നിങ്ങളുടെ ബോസിന്റെ ക്യാരക്ടറോ, നിങ്ങളുടെ കൊളീഗിന്റെ ക്യാരക്ടറോ നിങ്ങൾക്ക് മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ ആ മാറ്റാൻ പറ്റാത്തടുത്ത് നമ്മൾ എത്ര നാൾ നമ്മൾ ഇങ്ങനെ വെറുപ്പോടുകൂടി ദേഷ്യപ്പെട്ട് അസ്വസ്ഥതപ്പെട്ടിരിക്കും ഇല്ലേ? അവരങ്ങനെ തന്നെയാ എന്ന് കരുതി അവരുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ചിട്ട് നമ്മളുടെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വരുത്തേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കി. അപ്പൊ നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നു, നമ്മുടെ എനർജി ലെവൽ കുറയുന്നു, നമ്മുടെ ചിന്തകൾ മോശമാകുന്നു. നമ്മുടെ ചിന്തകൾ മോശമാകുമ്പോൾ നമ്മുടെ തീരുമാനങ്ങൾ മോശമാകുന്നു ഇല്ലേ? നമ്മുടെ തീരുമാനങ്ങൾ തെറ്റായി പോകുമ്പോഴത്തേക്കും പ്രോബ്ലം വരുന്നു, ബുദ്ധിമുട്ടുകൾ വരുന്നു, ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നു, അൾസർ വരുന്നു, മൈഗ്രെയിൻ വരുന്നു, അവിടെ വരുന്നു, ഇവിടെ മുഴ, അവിടെ വേദന ഒക്കെ നമുക്ക് പ്രോബ്ലം ആയിട്ട് വരുന്നു. എന്തുകൊണ്ടാ? നമ്മൾ അനാവശ്യമായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ്. പലരെ കുറിച്ചും അനാവശ്യമായിട്ട് വറി ചെയ്യുന്നത് കൊണ്ടാണ് അല്ലേ. അപ്പൊ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ
നമ്മൾ മൽപ്പിടുത്തം പിടിക്കാൻ പോകണ്ട, നമ്മൾ പിടിവാശി കാണിക്കാൻ പോകണ്ട, അങ്ങ് വിട്ട് കളയേ. മുറുക്കി പിടിക്കുന്നുണ്ടല്ലേ ഭയങ്കര ഫീല്, വേദന. അയ്യോ, ഇങ്ങനെ ഞാൻ ചിന്തിക്കുന്നത് പോലെ തന്നെ അവൻ പെരുമാറണം. യെസ്, അഫ്കോഴ്സ് ചിലപ്പോ നമ്മൾ ഒത്തിരി സാക്രിഫൈസ് ചെയ്യുന്നുണ്ടാവാം, നമ്മൾ ഒത്തിരി എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവാം അവരിൽ നിന്ന്. അവരതൊന്നും തരുന്നില്ലായിരിക്കും, അവരൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷെ തരുന്നില്ല എന്നിരിക്കെ നമ്മൾ അതിനെ തന്നെ ക്ലിങ്ങായി കിടന്നിട്ട് കരഞ്ഞ് 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 കരഞ്ഞിരുന്നിട്ട് വല്ല പ്രയോജനവും ഉണ്ടാ? നമ്മുടെ ശരീരമല്ലേ നമ്മൾ നശിപ്പിച്ച് കളയുന്നത്, നമ്മുടെ ചിന്തകൾ ശേഷിയല്ലേ നമ്മൾ നശിപ്പിച്ച് കളയുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഒരു പവർഫുൾ പേഴ്സൺ ആയിട്ട് മാറുക എന്നുള്ളതാണ്. ഇതിനെയും ഈ പ്രശ്നങ്ങളെയും ഈ വ്യക്തികളെയും ഈ സാഹചര്യങ്ങളെയും അതിജീവിക്കാനുള്ള കരുത്താണ് നേടേണ്ടത്. അതല്ല നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അല്ല എങ്കിൽ നമ്മുടെ ജീവിതം അൾട്ര ഫ്ലോപ്പാണ്. മരണം വരെയും ഓരോരുത്തരെയും, ഒരു കാലഘട്ടം വരെയും മക്കളെ ഓർത്ത് കരയും, വേറൊരു കാലഘട്ടം ഭർത്താവിനെ ഓർത്ത് കരയും, വേറൊരു കാലഘട്ടം അമ്മായിപ്പനെ ഓർത്ത് കരയും, വേറൊരു കാലഘട്ടത്തില് നമ്മുടെ രോഗങ്ങളെ, നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ഓർത്ത് കരയും. അങ്ങനെ നോക്കുമ്പോൾ സീസണാണ്, ഓരോന്നിനും കരയാനായിട്ടൊരു സീസൺസ് നമുക്ക് ലൈഫിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ എല്ലാ സീസണും നമ്മളിങ്ങനെ പ്രാഗി 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 കരഞ്ഞുകൊണ്ടിരുന്നാൽ എന്താ സംഭവിക്കുക? നമ്മുടെ ജീവിതം വേസ്റ്റ് ആയി പോയില്ലേ? എപ്പോഴെങ്കിലും നമുക്ക് സമാധാനത്തോടു കൂടി കഞ്ഞി കുടിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ലേ? ഇല്ല, എന്നും കരഞ്ഞിട്ടായിരിക്കും. അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നമ്മൾ തന്നെ കാണണം, നമ്മൾ തന്നെ ചില സ്ട്രോങ് ആയിട്ടിരിക്കണം. ചിലപ്പോൾ ചിലരെ മാറ്റാൻ പറ്റിയെന്ന് വരില്ല, ചില സാഹചര്യങ്ങളെ മാറ്റാൻ പറ്റിയെന്ന് വരില്ല, ചില പ്രശ്നങ്ങൾ തരും. പക്ഷേ ഈ പ്രശ്നമാണ് നമ്മളെ പവർഫുൾ ആക്കുന്നത്, നമ്മളെ മച്യൂർ ആക്കുന്നത്, നമുക്ക് പുതിയ ഓപ്പർച്യൂണിറ്റി തരുന്നത്. അപ്പൊ എനിക്ക് ഈ പ്രശ്നമാണെന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യണ്ട. ഇതിൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട്, കൂൾ ആൻഡ് കാം ആയിട്ട് നമുക്കത് ഫേസ് ചെയ്യാൻ പറ്റുകയാണ് എങ്കിൽ നിങ്ങൾ പവർഫുള്ളാണ്. നിങ്ങൾക്ക് നാളെ ഇതിലും വലിയൊരു പ്രശ്നം വന്നാലും, അല്ലെങ്കിൽ ഇതേപോലെ ഒരു സിറ്റുവേഷൻ വേറൊരാൾക്ക് വന്നാലും നമുക്ക് അവരെ ഉപദേശിക്കാൻ പറ്റും. ഞാനിത് എങ്ങനെ ഓവർകം ചെയ്തത് കണ്ടില്ലേ? യു ക്യാൻ. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റാൻ പറ്റാത്ത പ്രതിസന്ധി വരുമ്പോ പിറുപിറുത്തിട്ട് കാര്യമില്ല. അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ബൈബിളില് ഒരു ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. സന്ദർഭം ഇതാണ്. യേശു 72 പേരെ അയക്കുകയാണ് സുവിശേഷത്തിനായിട്ട്. നമ്മൾ 72 പേരെ പല വഴിക്കായിട്ട് അയക്കുകയാണ്. അയക്കുന്ന കൂട്ടത്തിൽ കുറെ ഉപദേശം കൊടുക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം, നിങ്ങൾ ചെല്ലുന്ന വീടുകളിൽ വിളമ്പിയത് ഭക്ഷിക്കുക, നിങ്ങൾക്കായി വിളമ്പിയത് ഭക്ഷിക്കുക എന്ന് പറയുന്നത്. അപ്പോ ജിജി മാരിയയ്ക്ക് ചിലപ്പോൾ ദൈവം വിളമ്പി വെച്ചത് ഇങ്ങനെയുള്ള ലൈഫായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കഷ്ടമായിരിക്കാം, ഇങ്ങനെയുള്ള ഒരു ചതിയായിരിക്കാം, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയായിരിക്കാം, ഇങ്ങനെയുള്ള ഒരു പെയിൻഫുൾ മൊമെന്റ്സ് ആയിരിക്കാം. അത് എന്നോട് ഭക്ഷിക്കാനേ പറ്റുള്ളൂ, എനിക്കത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവം പറഞ്ഞിരിക്കും, നിന്റെ പാത്രത്തിൽ അത് അങ്ങനെയാ ഉള്ളത്, അത് നിനക്ക് മാറ്റാൻ പറ്റിയല്ല. അപ്പൊ അത് നീ ചിലപ്പോ അത് നീ അനുഭവിച്ചേ പറ്റുകയുള്ളൂ, അത് നീ ഭക്ഷിച്ചേ പറ്റുള്ളൂ. ഭക്ഷിക്കുമ്പോ അത് നമ്മൾ കരഞ്ഞ് ഭക്ഷിക്കണോ, ആ സന്തോഷത്തോടു കൂടി ഭക്ഷിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അതായത് നമുക്ക് തന്നെ അത് കുഴപ്പമില്ല, അക്സെപ്റ്റ് ചെയ്തിട്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, എനിക്കിത് ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ള മനോഭാവത്തിൽ നമ്മളൊന്ന് ജീവിച്ചു നോക്കി, നമ്മുടെ മൈൻഡ് ഭയങ്കര സ്ട്രോങ് ആവും. നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ സ്ട്രോങ് ആക്കി എടുക്കണം. ആരും സ്ട്രോങ് ആക്കാൻ വരത്തില്ല. ഭർത്താവ് വരത്തില്ല, ഭാര്യ വരത്തില്ല, മക്കൾ വരത്തില്ല, കൂട്ടുകാർ വരത്തില്ല. നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ പലരും സഹതാപം വരും, സഹതാപം പ്രകടിപ്പിക്കും. അയ്യോ എന്നാ പറ്റിയോ, അയ്യോ ഇങ്ങനെയാണോ, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവരവരുടെ പാട്ടിന് പോയി. പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന വേദന, നമ്മൾ അനുഭവിക്കുന്ന ഫീല്, ആ വേദനയുടെ ഡെപ്ത് ഒക്കെ നമുക്കേ അറിയുള്ളൂ, ഇല്ലേ? ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ, ഞാൻ പുഴയുടെ തീരത്തൊരു ലൈവ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ സങ്കടങ്ങളൊക്കെ മറ്റുള്ളവർക്കൊരു കഥ മാത്രമാണ്, ഒരു സ്റ്റോറി മാത്രമാണ് അവർക്ക്. നമ്മൾ വലിയ കാര്യമായിട്ടായിരിക്കും പറയുന്നത്. നമ്മൾ അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, നമ്മൾ അങ്ങനെ ചെയ്തു, ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നു എന്നൊക്കെ നമ്മൾ വലിയ കാര്യമായിട്ടായിരിക്കും പറയണേ. പക്ഷേ അവരൊരു കഥ കേൾക്കുന്ന ലാഘവത്തിലായിരിക്കും കേൾക്കുക. ഓ, ക്ലൈമാക്സ് എങ്ങനെയാ, എന്നിട്ട് അടുത്ത് എങ്ങനെ, എന്നിട്ട് എന്ത് ചെയ്തു, എന്നിട്ട് അവൻ എന്ത് പറഞ്ഞു, എന്നിട്ട് അവൾ എന്ത് ചെയ്തു, ആഹാ അങ്ങനെയാണോ, എന്നിട്ട് 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 അവർക്ക് ക്യൂരിയോസിറ്റിയാ. നെക്സ്റ്റ് എന്തെന്നറിയാം, ക്ലൈമാക്സ് എന്തെന്നറിയാം, ക്യൂരിയോസിറ്റി. അത് അവർക്കൊരു കഥയാണ്. പക്ഷെ നമുക്കതൊരു ജീവിതം. അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞതുകൊണ്ട് ഒരു സൊല്യൂഷനും ഇല്ല, ഒരു സൊല്യൂഷനും കിട്ടാൻ പോകുന്നില്ല.
സഹതാപം കിട്ടിയിട്ട് എന്നാ ചെയ്യാനാ? നമ്മുടെ എനർജി നഷ്ടപ്പെട്ടു പോകുന്നല്ലാതെ എന്താ സംഭവിക്കുക? നമ്മൾ ചിലപ്പോൾ ഒരുപാട് കുറ്റങ്ങൾ നമ്മൾ ഭർത്താവിനെ കുറിച്ച് പറയും, അമ്മായിമ്മനെ കുറിച്ച് പറയും, ഭർത്താവിനെ കുറിച്ച്, ഭാര്യനെ കുറിച്ച് പറയും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ചില സിറ്റുവേഷൻസിനെ കുറിച്ച് പറയും, ഇല്ലേ? ഈ പറഞ്ഞിരുന്നു കൊണ്ട് അതിന് പരിഹാരം കിട്ടുന്നുണ്ടോ? പറഞ്ഞിരുന്നത് കൊണ്ട് എന്റെ ബ്രെയിനിൽ മുഴുവൻ ആ തരത്തിലുള്ള ചിന്തകളാണ്. വേദനകളും സംഘർഷങ്ങളും എന്താ പറയാ, ബുദ്ധിമുട്ടുകളും ആൻസൈറ്റികളും ആകുലതകളൊക്കെ നിറഞ്ഞ ചിന്തകൾ മാത്രമാണ്. അപ്പൊ ആ ചിന്തകൾ വരുമ്പോൾ നമ്മുടെ ബ്രെയിനെ കൺഫ്യൂസ് ആയി പോകും. അത് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ബോഡി എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. BP വരും, ഷുഗർ വരും, അല്ലേ? ആൻസൈറ്റി ഷുഗർ കൊണ്ടുതരുന്നു, എല്ലാ അസുഖങ്ങളും നമ്മൾ വന്ന് കൊളസ്ട്രോള് എല്ലാം പിടിപെടുകയാണ്. അതിന്റെ അടിസ്ഥാന കാരണം എന്താ? നമ്മൾ അനാവശ്യമായിട്ട് ചിന്തിച്ചു കൂട്ടുന്നു. മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു കൂട്ടുന്നു. ചില കാര്യങ്ങൾ മാറ്റാൻ പറ്റില്ല എങ്കിൽ വിട്ടുകളയെ. ഡിഫിക്കൽട്ടായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ വിട്ടുകളയെ. ആ സമയത്താണ് ഞാനും നമ്മളെ സൃഷ്ടിച്ച ദൈവവുമായിട്ടുള്ള ഒരു അടുപ്പത്തിലോട്ട് വരിക എന്നുള്ളത്. അവിടെ നമ്മൾ തനിച്ച് തമ്പ്രാന്റെ മുന്നിൽ പോയിരുന്നിട്ട് പറ്റണില്ല എന്നൊരൊറ്റ വാക്ക് മതി. ഒന്നും പിറുപിറുക്കാൻ പോകണ്ട, ആരെയും ഇടിച്ചു താഴ്ത്താൻ പോകണ്ട, ആരെയും നാണം കെടുത്താൻ പോകണ്ട. എന്നെ അയാൾ അങ്ങനെ ഉപദ്രവിച്ചു, എന്നെ അവൾ ഇങ്ങനെ ചെയ്തു, എന്നെ ചതിച്ചു, എന്നെ ചീറ്റ് ചെയ്തു, എൻ്റെ എല്ലാം എടുത്തുകൊണ്ട് പോയി, എനിക്കെല്ലാം നഷ്ടമായി എന്നും പറഞ്ഞ് ആരെയും കുറ്റപ്പെടുത്താനായിട്ടും പോകണ്ട. ഒരു ശാന്തമായിട്ട് ചിലതൊന്ന് സഹിച്ചു നോക്കി. ഇപ്പൊ സഹിക്കുന്നവരുടെ എണ്ണം കുറവാണ് കേട്ടോ. ഞാൻ വളരെ പുറകോട്ടാണ് കേട്ടോ. പക്ഷെ ഞാൻ ഇപ്പൊ പ്രാക്ടീസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക സഹനത്തിന്റെ വാല്യൂ, അല്ലെങ്കിൽ സഹനത്തിന്റെ മൂല്യം. നമ്മൾ ചില കാര്യങ്ങൾ വിട്ടുകൊടുത്തിട്ട് സഹിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട് കേട്ടോ, വല്ലാത്തൊരു സുഖ. ചില കാര്യങ്ങൾ നമ്മൾ തട്ടിയെടുത്തു അല്ലെങ്കിൽ ചതിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ടും നമ്മൾ പ്രതികരിക്കാതെ ചിലത് സഹിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട് കേട്ടോ. അതിനെ ദൈവം മാനിക്കും. അതിനെ ദൈവം മാനിക്കും. നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ആൻസർ കിട്ടിയില്ല എങ്കിൽ പോലും സഹനത്തിന് വലിയ വാല്യൂ ഉണ്ട്, പുറുപുറുക്കാതിരിക്കുന്നതിന് വലിയ വാല്യൂ ഉണ്ട്. ഈ ഇസ്രായേൽ ജനത കാനാൻ ദേശത്തേക്ക് പോകുന്ന സമയം അവർ ഭയങ്കരമായിട്ട് പിറുപിറുത്തു, ഇല്ലേ? 40 ദിവസം കൊണ്ടാണ് എത്തേണ്ടത്. പക്ഷെ പോകുന്ന വഴിക്ക് വെള്ളം കിട്ടിയില്ല, അതാണ് ഇതാണ്, അങ്ങോട്ടോ ഇങ്ങനെ എങ്ങോട്ടോ കൊണ്ടുപോകണ. പ്രാക്ക്, ഫുൾ ടൈം പ്രാക്ക്. ഈ പ്രാക്ക് കണ്ടിട്ട് ദൈവം എന്ത് ചെയ്തു? 40 ദിവസം കൊണ്ട് എത്തേണ്ട കാനാൻ ദേശം 40 വർഷം കൊണ്ടാണ് എത്തിയത്. അപ്പൊ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തില് ചില നഷ്ടപ്പെട്ടു പോകുന്ന അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ നീണ്ടുപോകുന്ന ചില അനുഗ്രഹങ്ങൾ ഒക്കെ നമ്മുടെ പിറുപിറുപ്പ് കൊണ്ടായിരിക്കാം. നമ്മുടെ ഓരോ സെക്കൻഡ് നമ്മൾ ചിന്തിച്ചു നോക്കി, അടുക്കളയിൽ തൂത്തു വരുമ്പോ, തുണി അലക്കുമ്പോ, പാത്രം കഴുകുമ്പോ, ബെഡ്ഷീറ്റ് മടക്കുമ്പോ, ജോലി ചെയ്യുമ്പോ, നമ്മൾ എവിടെ ഏത് സ്ഥലത്താണോ, ഓഫീസിൽ എവിടെ ജോലി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അപ്പോഴൊക്കെ നമ്മൾ പിറുപിറുത്തോണ്ടിരിക്കുക. എന്നാലും എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, എന്റെ കെട്ടിയവൻ ഇങ്ങനെ ആയിപ്പോലെ, എന്റെ മക്കൾ ഇങ്ങനെ ആയിപ്പോലെ, എനിക്ക് എന്നും രോഗമാണല്ലോ, എനിക്ക് എന്നും കഷ്ടമാണല്ലോ, എന്നും പണിയെടുക്കുക, പട്ടിനെ പോലും പണിയെടുത്തിട്ട് എനിക്ക് ഒരു മെച്ചവും ഇല്ലല്ലോ, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ആരും എന്നെ കെയർ ചെയ്യുന്നില്ലല്ലോ. ഇങ്ങനെ പിറുപിറുത്തുകൊണ്ട് ആരാ നിങ്ങൾ കെയർ ചെയ്യാൻ വരിക? നിങ്ങൾ സ്വയം പിറുപിറുത്തോണ്ടിരിക്കുക, മനസ്സിൽ പിറുപിറുത്തോണ്ടിരിക്കുക, ഉറങ്ങാൻ നേരുമ്പോൾ പിറുപിറുത്തോണ്ടിരിക്കുക, കുളിക്കുമ്പോൾ ഇങ്ങനെ പിറുപിറുത്ത് സ്വയം പ്രാഗാണ് നമ്മൾ. എന്നാലും എന്റെ ജീവിതം ചത്താൽ മതിയായിരുന്നു, ഇല്ലേ? അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് എന്ത് ഗുണമാ? തിങ്ക്, എന്ത് ഗുണമാവുള്ളേ? നമ്മുടെ ബോഡി വീക്കാവുന്നു, അത്രയേ ഉള്ളൂ. നമുക്ക് അസുഖങ്ങൾ വരുന്നു, വേറെ ഒരു ഗുണവും ഇല്ല. അതേസമയം അത് ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട്, അമ്രാനെ നീ അറിയണുണ്ടല്ലോ അല്ലേ, ഞാൻ ഒരുപാട് സഹിക്കണുണ്ട് കേട്ടോ, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല കേട്ടോ, ടൂ മച്ച്, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല കേട്ടോ, എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല കേട്ടോ, എനിക്ക് കൈയൊക്കെ പാൽപിറ്റേഷൻ ആവുന്നുണ്ട്, എന്റെ ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ട്, എന്റെ കണ്ണുനീര് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക തമ്പുരാനെ എന്ന് അങ്ങനെ മാറിയൊന്ന് പറഞ്ഞു നോക്കി. തമ്പുരാന്റെ മുമ്പിൽ വന്നിരുന്നിട്ട് ഒന്ന് ശാന്തമായിട്ടിരുന്ന് നോക്കി, ഒന്ന് പ്രപഞ്ചത്തിനോട് പറഞ്ഞു നോക്കി. ഒരു കുറേ ദിവസം, കുറച്ച് സമയമെങ്കിലും നമ്മുടെ മനസ്സൊന്ന് ശാന്തമാക്കി വെക്കാൻ പഠിക്കണം. അതാണ് നമ്മൾ പവർഫുൾ മൈൻഡിന്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ്. എന്താണെന്നറിയാം? ശാന്തമായിട്ട് നമ്മൾ മനസ്സിനെ വെക്കാൻ പറ്റുക കുറച്ച് സമയം. ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് ഭയങ്കര സ്ട്രെങ്തനായി മാറും. അങ്ങനെ സ്ട്രെങ്തനായി മാറുമ്പോൾ എന്ത് പ്രശ്നം വന്നാലും, ഭർത്താവ് ഒന്നും ഇങ്ങനെ ചീത്ത വിളിക്കുമ്പോൾ വളരെ കൂളായിട്ട് നമുക്ക് നോക്കി നിൽക്കാൻ പറ്റും. അതല്ല എങ്കിൽ ഭർത്താവ് ഇങ്ങനെ ചീത്ത വിളിക്കുമ്പോഴത്തേക്ക് നമ്മൾ
തിരിച്ച് 10 പറയും. ആഹാ, നിന്നെ ഞാൻ കണ്ടതാ, അല്ലെങ്കിൽ നീ അന്ന് അങ്ങനെ ചെയ്തല്ലേ, ഇന്ന് ഇങ്ങനെ ചെയ്തില്ലേ, ഇപ്പൊ എന്നെ പഠിപ്പിക്കാൻ വരും, നീ ആരടാ, ഞാനും സമ്പാദിക്കുന്നുണ്ട്, നിങ്ങൾക്കും എന്താ പ്രശ്നം, ഇല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അതേസമയം അവിടെ മൗനം പാലിക്കുകയാണെങ്കിൽ കുറെ നേരം ചലച്ചിട്ട് ഭർത്താവ് അങ്ങ് പോകും. ഡെയിലി ഒരു 10 ദിവസം ഇങ്ങനെ ഭർത്താവ് ചലച്ചോണ്ടിരിക്കുന്നു, നിങ്ങൾ മിണ്ടാതിരിക്കുന്നു എന്ന് വെച്ചോ, അദ്ദേഹത്തിന് ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി നിൽക്കും. നമ്മൾ തിരിച്ച് ചെയ്യുന്നോണ്ടാണ് കൂടുതൽ പ്രശ്നം വരുന്നത്, അല്ലേ? നമ്മൾ 2 കൈയും അടിക്കുമ്പോഴല്ലേ ശബ്ദം, ഇല്ലെങ്കിൽ ശബ്ദമില്ല, അല്ലേ? ഒരു കൈ വന്നടിച്ചാൽ എന്ത് ശബ്ദം ഉണ്ടാകാനാ? അപ്പോ നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ വളരെ കൂളായിട്ടിരിക്കാൻ നോക്കുക, ശാന്തമായിട്ടിരിക്കാൻ നോക്കുക. നമുക്ക് ചൊറിഞ്ഞു വരും കേട്ടോ, ഭയങ്കര ദേഷ്യം വരും കേട്ടോ, ഭയങ്കര അസ്വസ്ഥത വരും കേട്ടോ, ഭയങ്കര അത് വരും കേട്ടോ. ഇറ്റ്സ് ഓക്കേ. മനസ്സിനോട് അപ്പൊ പറയണം. നമുക്ക് ഭയങ്കര സങ്കടം, നമ്മളിങ്ങനെ വിങ്ങ് പൊട്ടുമായിരിക്കും. അപ്പൊ മനസ്സിലപ്പോ പറയണം, കൂൾ, റിലാക്സ്, എന്റെ മനസ്സിൽ നീ ശാന്തമാകൂ, മനസ്സിൽ ശാന്തമാകൂ. സ്വയം പറഞ്ഞുകൊണ്ടിരുന്നേ, തമ്പുരാനെ എനിക്ക് പറ്റണില്ല ഏട്ടാ, ശാന്തമാകൂ. ഞാൻ സാറിന് ക്ലാസ്സിൽ പറയാതൊരു പോയിന്റും കൂടി ഉണ്ട്. അതായത് താങ്ങാൻ പറ്റാത്ത വേദന നമുക്ക് തമ്പുരാൻ തരത്തില്ല. ജിജി മാരിവയ്ക്ക് ഇപ്പൊ അനുഭവിക്കുന്ന ഈ ദുഃഖം താങ്ങാൻ പറ്റും, അതുകൊണ്ടാ തന്നിരിക്കണേ. എനിക്കിപ്പോ വലിയ വിഷമമുണ്ട് കേട്ടോ, ഞാൻ വല്ലാത്തൊരു വേദനയല്ല നിൽക്കുന്നത്. പക്ഷെ എന്റെ മുഖം കണ്ടാ പറയോ? ഇല്ല, ഞാൻ പ്ലസന്റ് ആണ്. ഞാൻ ഇന്ന് രാവിലെ ഞാൻ ഇവിടെ സ്റ്റഫോർഡില് സിറമലബാറിന്റെ പള്ളി, സെന്റ് ജോസഫ് പള്ളിയിൽ പോയി കുറെ നേരം നിത്യാരാധന മുന്നിരുന്നു, പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് ഇപ്പൊ ഞാൻ കുക്ക് ചെയ്യാണ്. കുക്ക് ചെയ്ത് ഞാൻ രാത്രി കഴിച്ച് നേരത്തെ കിടന്ന് ഉറങ്ങണം. അപ്പം നമ്മള് അതേസമയത്ത് എനിക്ക് സങ്കടം വന്നുകൊണ്ട് കരഞ്ഞു എന്നാലും ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്ന ഞാനിങ്ങനെ തന്നെ ഇരിക്കുക. എന്റെ മുഖത്ത് ഒരു ഇങ്ങനെ എന്താ പറയാ, പ്ലസന്റ് ഭാവവും ഉണ്ടാവൂല, ഒന്നും ഉണ്ടാവില്ല. കണ്ണും കുഴിയും പ്രായവും കൂടും, സൗന്ദര്യവും പോവും, എല്ലാം പോവും. പക്ഷെ ഞാൻ അതിന് അനുവദിക്കത്തില്ല. എന്റെ വികാരങ്ങൾ എന്നെ കൺട്രോൾ ചെയ്യാൻ ഞാൻ അനുവദിക്കത്തില്ല. മനസ്സിലായോ? എന്റെ വികാരങ്ങൾ ഞാൻ ഒരിക്കലും അത് ശരിയല്ല. അപ്പൊ പിന്നെ ഓരോരുത്തരും എന്നെ കൺട്രോൾ ചെയ്യില്ലേ? എന്റെ മക്കൾ എന്നെ ചീത്ത വിളിച്ചാൽ അവര് ഞാനത് പ്രതികരിക്കുമ്പോ അവരെന്നെ കൺട്രോൾ ചെയ്യാണ്. എന്റെ അമ്മ എന്നെ ചീത്ത വിളിച്ചാൽ, അല്ലെങ്കിൽ എന്റെ ബോസ് എന്നെ ചീത്ത വിളിച്ചാൽ, എന്റെ ഭർത്താവ് എന്നെ ചീത്ത വിളിച്ചാൽ, അല്ലെങ്കിൽ എനിക്ക് അവരോട് ഞാൻ പ്രതികരിക്കുമ്പോൾ അവരാണ് എന്നെ കൺട്രോൾ ചെയ്യുന്നത്. സോ എന്റെ ഇമോഷൻസോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ എന്നെ കൺട്രോൾ ചെയ്യാൻ ഞാൻ അനുവദിക്കത്തില്ല. യെസ്, അഫ്കോഴ്സ് എനിക്ക് ദേഷ്യം വരാറുണ്ട്, ഷോർട്ട് ടെമ്പറാണ്, ന്യായമായ കാര്യങ്ങൾക്ക്. അല്ലാതെ എന്റെ മാനസിക അവസ്ഥ നശിപ്പിക്കുന്ന തരത്തിൽ എന്റെ ഇമോഷൻസിനെ ഞാൻ അലോ ചെയ്യില്ല. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അവിടെയാണ് അപ്പൊ നമ്മൾ പവർഫുൾ മെന്റാലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. അത് എടുക്കണം. നമ്മൾ രാവിലെ കുറച്ചു നേരം ശാന്തമായിട്ടിരിക്കണം. മനസ്സ് ശാന്തമായിട്ട് പറയാം, മനസ്സ് ശാന്തമാകും. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എവിടെയായിക്കോട്ടെ, ഏത് സ്ഥലത്തായിക്കോട്ടെ, എവിടെയാണെങ്കിലും നമ്മൾ മനസ്സ് ശാന്തമാക്കി നമ്മൾ ഇരിക്കാൻ പറ്റുവാണെങ്കിൽ ഭയങ്കര എന്താ പറയാ, ഒരു അത്ഭുതമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് കാണാൻ പറ്റുക. ഞാൻ പ്രാക്ടീസ് ചെയ്തെടുക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതായത് എനിക്ക് പെട്ടെന്ന് ഞാൻ പ്രതികരിക്കും, എൻ്റെ ഇമോഷൻസ് പെട്ടെന്ന് ഫാസ്റ്റ് ആയിരുന്നു. പക്ഷെ ഞാനിപ്പോ ഫിലോകാലിയ വന്നു, ധ്യാനം ക്ലാസ്സുകള്, ഒരുപാട് ആളുകളെയൊക്കെ കാണുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോ ഉണ്ടല്ലോ, ഞാൻ തന്നെ വിചാരിച്ചു, ഞാൻ ഇങ്ങനെ സ്റ്റേജിൽ കയറി പ്രസംഗിച്ചിട്ട് ഞാൻ ഇത്ര ദേഷ്യപ്പെട്ടത്, എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാതെ മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ സന്തോഷമായിട്ടിരിക്കും, നിങ്ങൾ അങ്ങനെ ഇരിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഞാൻ തന്നെ അത് പ്രാക്ടീസ് ചെയ്യാം എന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെയൊക്കെ ഒരു ഇതിലാണ് ഞാനിപ്പോ ഈ കുറച്ച് ദിവസം ഞാൻ വിചാരിച്ചു US ഞാനൊന്ന് ഒറ്റയ്ക്ക് താമസിക്കാം, ഒറ്റയ്ക്ക് പ്രാർത്ഥന, മെഡിറ്റേഷൻ, ബുക്കുകളൊക്കെ ഒന്ന് 2 ബുക്സ് എഴുതിക്കൊണ്ടിരിക്കുക, കുറെ ടോക്കുകളൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വരുന്ന ആളുകളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണുന്നുണ്ട്, ഷെയറിങ്, കൗൺസിലിങ്. ഇപ്പൊ ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറയാണ്, ഇവിടെ ആരെങ്കിലും ഹോസ്റ്റലില് എന്നെ കാണണം അല്ലെങ്കിൽ എന്തെങ്കിലും ഷെയർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഈ നമ്പർ ഇട്ടേക്കാം, അപ്പൊ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. ഞാനിവിടെ തന്നെ ഉണ്ട്, എന്തായാലും കുറച്ച് ദിവസം ഞാനിവിടെ ഹോസ്റ്റലിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും കേട്ടോ. ചില സമയത്ത് ഒത്തിരി തിക്കുമുട്ടുന്ന വേദനകളുള്ളപ്പോ ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ നമ്മൾ നോക്കണം, ശരിക്കും ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെന്റർ ആയിരിക്കണമെന്ന് മാത്രം. മനസ്സിലായോ? അല്ലാതെ നമ്മൾ ഒരാളടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്കൊരു സ്റ്റോറി മാത്രമാണ്. നീ കുറച്ചും കൂടി ഇച്ചിരി എരിവും പുളിയും കൂടി കിട്ടിയിട്ട് അല്ലെങ്കിൽ അവൻ അങ്ങനെയാ, അല്ലെങ്കിൽ ഇതിങ്ങനെയാ, എല്ലാ കെട്ടിയന്മാരും ഇങ്ങനെയാ, എല്ലാ ഭാര്യമാരും ഇങ്ങനെയാ, ഞാനും അനുഭവിക്കുന്നത് ഇങ്ങനെയാ, എന്നാ പറയാനാ,
ഇങ്ങനെയുള്ള ഒരു മെന്റാലിറ്റി ഉള്ളവരോട് ഒരിക്കലും പോയിട്ട് നമ്മുടെ നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ വിഷമങ്ങൾ പറയാതിരിക്കുക. എല്ലാത്തിനെയും കൂളായിട്ട് എടുക്കുന്നത്. എന്തിനാണെന്ന് ഇത്ര വലിയ ഗൗരവമായിട്ട് ഓരോന്നിനെയും കാണുന്നത്? അത്ര വലിയ ഗൗരവമായിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. എന്തിനു ടെൻഷൻ അടിക്കണം? ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഞാൻ എപ്പോഴും ജീവിതത്തെ ഒരു സാധാരണമായിട്ടാണ് കാണുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇതാണ്. ചിലപ്പോൾ എൻ്റെ എന്തെങ്കിലുമൊക്കെ കുറെ പ്രാവശ്യം എൻ്റെ ഗോൾഡൊക്കെ മിസ്സായിട്ടുണ്ട് കേട്ടോ. ആരോ എടുത്തോണ്ട് പോയി വീട്ടിൽ വന്ന് ജോലിക്കാർ അങ്ങനെയൊക്കെ പലതും നഷ്ടമായിട്ടുണ്ട്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമം വരും. പിന്നെ ഞാൻ വിചാരിക്കും സാരമില്ല, അതിനെക്കുറിച്ച് ഓർത്ത് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. അയാൾക്ക് അത്യാവശ്യം അയാൾ എടുത്തോണ്ട് പോയി, അല്ലെങ്കിൽ അയാൾക്ക് അത്യാവശ്യം അയാൾ അങ്ങനെ എന്നോട് ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് അങ്ങനെ പെരുമാറി. അയാളുടെ ലെവൽ ഓഫ് തിങ്കിങ് അങ്ങനെ ആയതുകൊണ്ടാണ് എന്നോട് ഇങ്ങനത്തെ രീതിയിൽ സംസാരിച്ചത്. അയാളുടെ ഒരു കൾച്ചർ അങ്ങനെ ആയതുകൊണ്ടാണ് എന്നെ മനസ്സിലാക്കാതെ പെരുമാറിയത്, അല്ലെങ്കിൽ എന്നെ ഇൻസൾട്ട് ചെയ്തത്, എന്നെ അപമാനിച്ചത് നാട്ടുകാരുടെ മുന്നിൽ. ഞാൻ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ മാറി ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കധികം പ്രശ്നങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. മനസ്സിലായോ? അപ്പൊ ഞാൻ വിചാരിച്ചു അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു. ഒരാളെന്നെ ചീത്ത വിളിക്കുമ്പോൾ സാരമില്ല, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല, സാരമില്ല, എനിക്ക് വേദനിച്ചു, പക്ഷെ ഞാൻ ഉള്ളിലോട്ട് എടുക്കില്ലേ അത്. അപ്പൊ ഞാൻ പെട്ടെന്ന് തട്ടിക്കളയും. എനിക്ക് വേദന വന്നു, പക്ഷെ ഇറ്റ്സ് ഓക്കെ, പോട്ടെ. ചിലപ്പോൾ ഞാൻ ഒരു ദിവസം ഇരുന്ന് കരയുമായിരിക്കും. വേദനയുടെ ഒരു ആഘാതം പോണെങ്കിൽ നമ്മൾ കരയുമായിരിക്കും. പക്ഷെ അത് ഫുൾ ഡേ അല്ലെങ്കിൽ ഇനി വരുന്ന വർഷങ്ങൾ മുഴുവൻ അത് ഹോൾഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പൊ വന്നു അങ്ങ് തട്ടിക്കളയെ. കാരണം ചിലപ്പോ അയാൾ നിങ്ങൾ പറഞ്ഞു പോയി, പക്ഷെ അയാൾ നിങ്ങൾ ഓർക്കുന്നത് പോലും ഉണ്ടാവില്ല. പക്ഷെ നമ്മളത് ഓർത്തിട്ട് നമ്മുടെ മനസ്സമാധാനം നമ്മൾ നശിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഞാൻ ഹോസ്റ്റലിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്നെ കാണണമെന്ന് ആവശ്യമുള്ളവർക്ക് വന്ന് എന്നെ കാണാം, എല്ലാം ഒക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ തന്നെയുണ്ട്, കുറച്ച് ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവും. അപ്പൊ എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുക. അപ്പൊ ഞാൻ പ്രത്യേകം പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട്. ലൂക്കയുടെ സുവിശേഷത്തില് 10-ാം അധ്യായം 8-ാം വാക്യം, വിളമ്പിയത് ഭക്ഷിക്കുക. മനസ്സിലായോ? വിളമ്പിയത് ഭക്ഷിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. ചിലപ്പോൾ നമുക്ക് വിളമ്പിയത് ഇങ്ങനെയായിരിക്കുന്നേ. അപ്പൊ മറ്റുള്ളവരുടെ പാത്രത്തിൽ വിളമ്പിയത് ചിലപ്പോൾ വലിയ ഡെലീഷ്യസ് ഫുഡായിരിക്കും. അതൊക്കെ നോക്കിയിട്ട് അയ്യോ അവർക്ക് അങ്ങനെയാണല്ലോ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്നോർത്ത് നമ്മൾ മറ്റുള്ളവരുടെ പാത്രം നോക്കി നമ്മൾ പരാതിപ്പെടുകയോ പരാതി പറയുകയോ ഒന്നും നമ്മൾ നിൽക്കണ്ടെന്നേ. അതിനനുസരിച്ചിട്ടൊന്നും നമ്മൾ അങ്ങോട്ടൊന്നും അങ്ങനെയൊന്നും പോകുമൊന്നും വേണ്ട. ഓക്കെ? അപ്പോൾ നമ്മൾ കിട്ടിയതിൽ വെച്ച് സംതൃപ്തി നേടാൻ നോക്കുക. ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പം ഞാൻ എൻ്റെ ഒരു പ്രോൺസ് കറി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. പ്രോൺസ് കറി ഉണ്ടാക്കി സാലി ചേച്ചി കൊണ്ടുവന്ന ഉപ്പുമാവും ഈ പ്രോൺസും ഒക്കെ ഉണ്ടാക്കി ഞാൻ ഇന്ന് രാത്രി എൻ്റെ അത്താഴം ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു.